اقرأ أخيا ورتل القرآن اصبح بصوتك اسمع الأكوان. اقرأ كلام الله داوي نفوسنا لنحس في أعماقنا الإيمان. كم من فؤاد كالحجارة قسوة فإذا وعى القرآن حين لانا. كم من فؤاد كالحجارة قسوة فإذا وعى القرآن حين لانا. فإذا وعى القرآن حين لانا. اقرأ أخيا ورتل القرآن اسمح بصوتك اسمع الأكوان. اقرأ كلام الله داوي نفوسنا لنحس في أعماقنا الإيمان. إنسان هذا العصر أهمل روحه ولم. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ സൃഷ്ടികർത്താവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ജീവിക്കുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ
അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യർക്ക് നന്മയും തിന്മയും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി സ്രഷ്ടാവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ മനുഷ്യരിലേക്ക് ഓരോ കാലങ്ങളിലും നിയോഗിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. നിസ്വാർത്ഥ സേവകന്മാരായിരുന്നു പ്രവാചകന്മാർ. പ്രബോധിത സമൂഹത്തിൽ നിന്ന് യാതൊന്നും കാക്ഷിക്കാതെ സ്രഷ്ടാവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയ ആളുകളാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ തങ്ങൾ പ്രബോധനം നടത്തുമ്പോൾ പ്രബോധിത സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ മുഴുവനും ശാരീരികവും മാനസികവുമായ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് അവർ പ്രബോധനം നടത്തിയിരുന്നത്. പ്രബോധിത സമൂഹത്തിന്റെ സാമ്പത്തിക അവസ്ഥയോ കുടുംബപരമായ ഔന്നിത്യമോ പ്രവാചകന്മാർക്ക് പ്രശ്നമായിരുന്നില്ല. കാരണം അവർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരാണ്. ആ ദൈവദൂതന്മാർ പ്രതിഫലേച്ഛയില്ലാതെ തങ്ങളുടെ പ്രബോധിതരിൽ നിന്നും യാതൊന്നും ലഭിക്കണമെന്ന് ആഗ്രഹമില്ലാതെ സ്രഷ്ടാവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു പ്രബോധനം നടത്തിയിരുന്നത്. അതാതു കാലങ്ങളിലുള്ള എല്ലാത്തരം ജീർണതകൾക്കുമെതിരെയാണ് പ്രവാചകന്മാർ അവരുടെ പ്രബോധനം നടത്തിയിരുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 90-ാമത്തെ ആയത്തിൽ ഈ വിഷയം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ് ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. ഉലൈകല്ലദീന ഹദല്ലാഹ്, അവർ അല്ലാഹു മാർഗദർശനം നൽകിയ ആളുകളാണ്. ഫബിഹുദാഹു മുഖ്തദിഹ്, അവരുടെ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ഉൽ നബിയെ താങ്കൾ പറയുക, ലാ അസ്അലുക്കും അലൈഹി അജ്റ, നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ഇത് ലോകർക്കുള്ള ഉത്ബോധനമല്ലാതെ അല്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയം ഇതാണ്. പ്രവാചകന്മാർ മാർഗദർശകരാണ്. അവർ സ്വതവേ മാർഗദർശനം ലഭിച്ച ആളുകളാണ്. അവർ ലഭിച്ച മാർഗദർശനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. ആ ക്ഷണിക്കുന്നതിന് യാതൊരുവിധ പ്രതിഫലവും അവർ ആവശ്യപ്പെടുന്നില്ല. ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രബോധിത സമൂഹത്തെ പിഴിഞ്ഞു ജീവിക്കുന്ന പ്രബോധകന്മാരാണ് കൂടുതലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ഇരട്ടി ഇങ്ങോട്ട് കിട്ടണമെന്ന കമ്പോള മനസ്ഥിതി എന്ന കച്ചവട മനസ്ഥിതിയാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളെയും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പഠിപ്പിച്ച വിഷയം പരിശോധിക്കുമ്പോൾ, പ്രവാചകന്മാർ പറഞ്ഞത് പരിശോധിക്കുമ്പോൾ ഒന്നാമത് നാം കാണുന്ന വിഷയം ഇതാണ്: ലാ അസ്അലുക്കും അലൈഹി അജ്റ,
ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഞങ്ങൾ ചെയ്തു തരുന്ന ഈ പ്രബോധന പ്രവർത്തനത്തിന് ഞങ്ങൾ നിങ്ങളോട് കൂലി ആവശ്യപ്പെടുന്നില്ല എന്ന്. എല്ലാ കാലത്തുമുള്ള പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു എന്ന്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങി മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ എത്തുന്ന സുദീർഘമായ ആ പ്രവാചക ശൃംഖലയിലെ മുഴുവൻ പ്രവാചകന്മാരും ഈ സ്വഭാവത്തിലായിരുന്നു എന്നാണ്. ഇനി പ്രവാചകന്മാർ പറഞ്ഞ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്ക് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലെ 25-ാമത്തെ ആയത്തിൽ അതിങ്ങനെ പഠിപ്പിക്കുന്നു: വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹിയ ഇലൈഹി, അദ്ദേഹത്തിന് ദിവ്യബോധനം അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ. എന്താണ് ദിവ്യബോധനം? അന്നഹു ലാ ഇലാഹ ഇല്ലാഹ് അന ഫഅ്ബുദൂൻ, ആരാധനക്കർഹൻ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ ആകമാനം എന്നെ ആരാധിക്കണം. ഈ ഉന്നതമായ ഉത്കൃഷ്ടമായ ദിവ്യബോധനമാണ് എല്ലാ പ്രവാചകന്മാർക്കും അറിയിച്ചു കൊടുത്തത് എന്നാണ്. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ വാക്യമാകുന്നു എന്നാണ്. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു: അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർ, എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരും പറഞ്ഞ വാചകങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന വാചകമാണ്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. പറഞ്ഞ വാചകങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ഈ വാചകം ആയിരുന്നു എന്നാണ്. ഇത് നിങ്ങൾ പരിശോധിച്ചാൽ എല്ലാ പ്രവാചകന്മാരും ഇതാണ് ആദ്യം തന്റെ സമുദായത്തോട് പറഞ്ഞിരുന്നത് എന്ന് കാണാം. എല്ലാ പ്രവാചകന്മാരും. പരിശുദ്ധ ഖുർആൻ ആ വിഷയം പറഞ്ഞത് ഇങ്ങനെയാണ്: فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره. فأرسلنا فيهم رسولا, ആ ജനങ്ങളിലേക്ക് നാം പ്രവാചകന്മാരെ നിയോഗിച്ചു. അവരെന്തേ പറഞ്ഞത്? അൻ ഇഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ ഒരു ദൈവമുണ്ടോ എന്നായിരുന്നു ചോദിച്ചിരുന്നത് എന്നാണ്. ഓരോ പ്രവാചകന്മാരെയും പരിശോധിക്കൂ നിങ്ങൾ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഒന്നാമത്തെ പ്രവാചകനാണല്ലോ അദ്ദേഹം. ഒരു സമുദായത്തെ സമുദ്ധരിക്കുവാൻ വേണ്ടി കടന്നു വന്ന ഒന്നാമത്തെ ദൈവദൂതനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹം പറഞ്ഞ കാര്യം ഖുർആൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: لقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره إني أخاف عليكم عذاب يوم عظيم. لقد أرسلنا نوحا, നാം നൂഹ് പ്രവാചകനെ നിയോഗിച്ചു. ഇലാ ഖൗമിഹി, തന്റെ സമുദായത്തിലേക്ക്. ഫഖാൽ, ആ പ്രവാചകൻ പറഞ്ഞു: യാ ഖൗമി, എന്റെ സമുദായമേ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്ക് ദൈവമുണ്ടോ? ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, നിങ്ങൾക്ക് ഞാൻ വമ്പിച്ച ശിക്ഷ വരുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്നു.
എന്നാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞ വിഷയം. ആദ്യമായും പറഞ്ഞ വിഷയം അതാണ്. ആദ്യമായി പറഞ്ഞ വിഷയം അതാണ്. തങ്ങളെ സമുദായത്തോട് ആദ്യമായി പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞ വിഷയം ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. എല്ലാവർക്കും സംശയമുള്ളൊരു മേഖലയാണ്. അതായത് ഈ കാലഘട്ടം എന്നത് ലോകത്തുടനീളം മുസ്ലിമീങ്ങൾ ശക്തമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഇറങ്ങിയ പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ വല്ലാതെ വിഷമമുണ്ടാകും നമുക്കത് കാണുമ്പോൾ തന്നെ, അല്ലെ? കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വാവിട്ട് നിലവിളിക്കുന്ന ഒരു പിഞ്ചു ബാലികയുടെ ഒരു ഫോട്ടോ നാം പത്രത്തിൽ കണ്ടു, അല്ലെ? ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കരളലിയിക്കുന്ന ഹൃദയം പൊട്ടിയുള്ള കരച്ചിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴും അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. വളരെ സ്വദേശപരമായി അങ്ങേയറ്റം സഹോദര ബുദ്ധിയ നമുക്ക് പറയാനുള്ള വർത്തമാനം, സ്നേഹത്തോടെ താഴ്മയോടെ വിനയത്തോടെ പറയാനുള്ളത് ഇതാണ് അടിത്തറ. എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സമുദായം, അല്ലെ? ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിലെ 6200 ചില്വാനം വരുന്ന ആയത്തുകൾ അതിലൂടെ ഒന്നോടിപ്പോയാൽ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ കരളലിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് കഅബാലയത്തിന്റെ തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അടുത്തേക്ക് പ്രവാചകന്റെ അനുയായികൾ ഓടിയെത്തുന്നു. നബിയെ, അലാ തദ്ഉ ലനാ, എന്തേ പ്രവാചകരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങെന്താണ് ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിന് പടച്ചവനോട് ചോദിക്കാത്തത്? ഞങ്ങളിതാ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതിങ്ങനെയാണ്: സഹോദരങ്ങളെ, നിങ്ങൾക്ക് അറിയുമോ, ഈ ആദർശം പിൻപറ്റിയതിന്റെ പേരിൽ കഴിഞ്ഞുപോയ സമുദായങ്ങൾ എത്ര ശക്തമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? നിങ്ങൾക്കറിയുമോ കഥ? ഒരു സമുദായത്തിലെ ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ ആളുകളുടെ ശരീരത്തിലെ മാംസങ്ങളൊന്നാകെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് വാർന്ന് വാർന്ന് താഴേക്കിടുമ്പോൾ കൈകാലുകൾ വിറക്കുന്നു, കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങം ഉതിർന്നു വീഴുന്നു, കണ്ണുനീര് വറ്റിയിട്ട് രക്തമാണ് വരുന്നത്. ശരീരത്തിലെ മാംസം മുഴുവനും ജീവനോടെ വാർന്നു വാർന്ന് താഴേക്ക് പതിക്കുമ്പോൾ, രക്തവും മാംസവും കൂടി കുഴഞ്ഞു കിടക്കുമ്പോൾ, അതൊന്നും അവരെ മതത്തിൽ നിന്ന് പിന്മാറ്റി കളഞ്ഞില്ല. അവർ അവരുടെ മതത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയിട്ടില്ല. ഈ ആദർശത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല. സ്വഹാബത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടപ്പോ സ്വഹാബത്ത് ചിന്തിച്ചു, പടച്ചോനെ, ഇത്ര ശക്തമായി ക്രൂരമായി അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ഒരു അംശം പോലും എത്തിയിട്ടില്ലല്ലോ. പ്രവാചകൻ ചോദിച്ചു, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മടുത്തുവോ സ്വഹാബത്തെ എന്നാണ്. അപ്പൊ എന്നാണ് ക്രൂരമായി പീഡിപ്പിക്കപ്പെടാത്തത്? മറ്റൊരു സമുദായത്തെ കുറിച്ച് ഖുർആൻ അങ്ങനെ തന്നെ വിഷയം പറഞ്ഞു. അസ്ഹാബുൽ ഉഖ്ദൂദ്. ശക്തമായ തീക്കുണ്ഡം ഒരുക്കിയിട്ട് ജീവനുള്ള ആളുകളെ ആ തീക്കുണ്ടത്തിലേക്ക് പിടിച്ചെറിയുന്നു. ജീവനോടെ തീയിൽ കിടന്ന് എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് വട്ടഹാസം മുടക്കി മരിച്ചു വീഴുന്ന മുസ്ലിമീങ്ങളെ നോക്കിയിട്ട് പൊട്ടിച്ചിരിച്ച സമുദായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബത്തെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോ എക്കാലഘട്ടത്തിലും ഈ പീഡനമുണ്ടായിട്ടുണ്ട്. പീഡനമുണ്ടാകുമ്പോൾ കലിമത്ത് തൗഹീദ് പറയരുത് എന്നത് ശരിയായ വർത്തമാനമല്ല എന്നാണ്. അത് ഈ ആശയത്തിൽ നിന്നുള്ള പിന്മാറ്റമാണെന്ന് മനസ്സിലാക്കണം. അടിയുറച്ച് നിൽക്കണം ഈ ആശയത്തിൽ, ആദർശത്തിൽ.
അതാണ് ഖുർആൻ പറഞ്ഞത് നൂഹ് നബിയുടെ കാലം മുതലേ തുടങ്ങിയതാണിത് എന്ന്. നിങ്ങൾക്കറിയുമോ, പരിശുദ്ധ ഖുർആനിൽ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വൈലാദിൻ അഖാഹും ഹൂദാ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. വൈലാദിൻ അഖാഹും ഹൂദാ, ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെ നാം നിയോഗിച്ചു. ആദ് സമൂഹത്തിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാം. എന്തേ ഹൂദ് നബി പറഞ്ഞത്? ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, നിങ്ങൾക്ക് അവനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്തേ സൂക്ഷ്മതയോടെ ജീവിക്കുന്നില്ല? ചോദ്യമാണ്. ഹൂദ് നബി അലൈഹിസ്സലാം. മറ്റൊരാൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ അതും പഠിപ്പിക്കുന്നു: വഇലാ സമൂദ അഖാഹും സ്വാലിഹാ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെ നാം നിയോഗിച്ചു. എന്താണ് സ്വാലിഹ് നബി പറഞ്ഞത്? യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഓ സമുദായമേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് ദൈവമുണ്ടോ? അതാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം ചോദിച്ചത്. ഇനി നിങ്ങൾക്കറിയുമോ ശുഐബ് നബി അലൈഹിസ്സലാം? وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره. മദിയൻ ഗോത്രത്തിലേക്ക് അവരുടെ തന്നെ സഹോദരനായ ശുഐബിനെ നാം നിയോഗിച്ചു. അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു: യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും അവനല്ലാതെ നിങ്ങൾക്കൊരു ദൈവമുണ്ടോ? അതാണ് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. കണ്ടോ നിങ്ങൾ, ഞാൻ ഓരോ പ്രവാചകന്മാരെ എണ്ണി പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മാത്രമേ ഞാൻ ഇന്ന് വിശദീകരിക്കുന്നുള്ളൂ. ആയത്തുകളിലൂടെ മാത്രം ഒരു സഞ്ചാരം. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മാത്രമാണ് ഞാൻ ഓതിയത്. കണ്ടോ നിങ്ങൾ, ആയത്തുകളിൽ മുഴുവനും പ്രവാചകന്മാർ എന്തേ പറഞ്ഞത്, തങ്ങളുടെ സമുദായത്തോട് ഒന്നാമത് എന്തേ പറഞ്ഞത് എന്നാണ്. ഇനി നിങ്ങൾക്കറിയുമോ, മരിക്കാൻ കിടക്കുമ്പോഴും പ്രവാചകന്മാരുടെ ചിന്ത ഇതായിരുന്നു. മരണത്തോട് മല്ലടിക്കുമ്പോഴും പ്രവാചകന്മാരുടെ മനസ്സിൽ ഉദിച്ചു വന്നത്, പ്രവാചകന്മാർക്ക് പറയാനുണ്ടായിരുന്നത് ഇതേ വാർത്ത തന്നെയായിരുന്നു. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുകയാണ്. അം കുന്തും ശുഹദാ إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. യാക്കൂബ് നബി മരണാസന്നനായി കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന യാക്കൂബ് നബി ചുറ്റുഭാഗത്തും നിൽക്കുന്ന തങ്ങളുടെ പുത്രന്മാരോട് ചോദിക്കുന്നു. യൂസുഫ് നബിയുണ്ട്, ബിൻയാമീനുണ്ട്, മറ്റ് 10 മക്കൾ വേറെയും ഉണ്ട്. ചുറ്റുഭാഗത്തും നിൽക്കുന്ന തങ്ങളുടെ മക്കളോട് ചോദിക്കുന്നു. മരണാസന്നനായി കിടക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം എന്താണ് ചോദിക്കാനുള്ളതെന്നറിയുമോ? ഇദ് ഖാല ലിബനീഹി, തന്റെ പുത്രന്മാരോട് അദ്ദേഹം ചോദിക്കുന്നു. മാ തഅബുദൂന മിൻ ബഅദി, എന്റെ മക്കളെ, നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ആരാധിക്കുക?
ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്റെ മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഖാലൂ, ആ മക്കൾ പറയുന്നു, നഅ്ബുദു ഇലാഹക, ഞങ്ങൾ നിന്റെ ഇലാഹിനെയാണ് ആരാധിക്കുക ഉപ്പ. വ ഇലാഹ ആബായിക്, അങ്ങയുടെ പൂർവ്വപിതാക്കന്മാരുടെയും ഇലാഹിനെ, ഇസ്ഹാഖ് നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇലാഹിനെയാണ്. അബായിക ഇബ്രാഹിമ ഇസ്മായിൽ വ ഇസ്ഹാഖ്, അങ്ങയുടെ ഉപ്പയായ യാക്കൂബ് ഇസ്ഹാഖ് നബിയുടെയും അതുപോലെ ആ ഉപ്പയുടെ സഹോദരനായ ഇസ്മായിൽ നബിയുടെയും അവരുടെ രണ്ടാളുടെയും പിതാവായ ഇബ്രാഹിം നബിയുടെയും ഇലാഹായ ഏക ഇലാഹിനെ തന്നെയായിരിക്കും ഉപ്പ ഞങ്ങൾ ആരാധിക്കുക. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഉപ്പ, വ്യഥ കൊള്ളേണ്ടതില്ല എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. കണ്ടോ, മരിക്കാൻ കിടക്കുമ്പോഴും ഒരു പ്രവാചകന്റെ ചിന്ത അതാണ്. തങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ഭയം എന്താണെക്കും അവർ ആരാധിക്കുക എന്നാണ്. വേറൊന്നുമല്ല, സ്വത്തിനെ കുറിച്ച് ചിന്തയില്ല, മറ്റ് ഭൗതിക വിഭവങ്ങളെ കുറിച്ച് ചോദ്യമില്ല, നിങ്ങളുടെ അഖീദയെ കുറിച്ചാണ് ചോദ്യം. പ്രവാചകന്മാർ പറഞ്ഞതാണ് നമ്മുടെ വിഷയം. കണ്ടോ, എന്നെ നിങ്ങൾക്കറിയുമോ, മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി പരിശുദ്ധ ഖുർആൻ സൂറത്ത് സാഫാത്തിൽ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നു. വളരെ ഹ്രസ്വമായിട്ടാണ് ഖുർആൻ വിഷയം പഠിപ്പിക്കല്. അതിൽ കാണാം, ഇല്യാസ് നബി ചോദിക്കുന്നു, അതദ്ഊന ബഅലൻ വതദറൂന അഹ്സനൽ ഖാലിഖീൻ അല്ലാഹ റബ്ബക്കും വറബ്ബ ആബായിക്കുമുൽ അവ്വലീൻ അതദറൂന ബഅല അതദ്ഊന ബഅലൻ, നിങ്ങൾ ഈ ബഅലിനെ ആരാധിക്കുകയാണോ? ബഅൽ എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തിന്റെ പേരാണ്, ഒരു ദൈവത്തിന്റെ പേരാണ്. അന്ന് ഇല്യാസ് നബിയുടെ കാലത്ത് ആളുകൾ ആരാധിച്ചിരുന്ന ദൈവത്തിന്റെ പേരാണ് ബഅൽ. ഇല്യാസ് നബി ചോദിക്കാണ്, അതദ്ഊന ബഅലൻ, നിങ്ങൾ ബഅലിനെ ആരാധിക്കുകയാണോ? അതിനോട് നിങ്ങൾ തേടുകയാണോ? വതദറൂന അഹ്സനൽ ഖാലിഖീൻ, നിങ്ങളെ ഇത്ര സുന്ദരന്മാരായി സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ മറന്നു പോവുകയുമാണോ? ആ സൃഷ്ടാവിനെ നിങ്ങൾ ഒഴിവാക്കുകയുമാണോ? ആരാണ് ആ സൃഷ്ടാവെന്നറിയുമോ? അല്ലാഹ റബ്ബക്കും വറബ്ബ ആബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും രക്ഷിതാവായ പടച്ചവൻ, ആ പടച്ചവനെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുകയാണോ? ഇല്യാസ് നബിയുടെ ചോദ്യമാണ്. ഇല്യാസ് നബിയുടെ ചോദ്യം കണ്ടോ നിങ്ങൾ, ഖുർആനിലെ ആയത്തുകളാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമുദായത്തോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങൾക്ക് വേണ്ട എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഒരുക്കിത്തന്ന ദൈവത്തെ മറന്നിട്ട് നിങ്ങൾ എന്തിനാണ് ദൈവേതര ശക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അതിനെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നാണ് പ്രവാചകന്മാർ സമുദായത്തോട് ചോദിച്ച ചോദ്യം. ഇനി അക്കൂട്ടത്തിൽ തന്നെ പ്രവാചകന്മാർ തങ്ങളുടെ സമൂഹത്തോട് വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ തങ്ങളുടെ സമുദായങ്ങളുടെ മസ്തിഷ്കവുമായി സംസാരിക്കുകയാണ്. വളരെ യുക്തിഭദ്രമായ പ്രബോധനമായിരുന്നു പ്രവാചകന്മാരുടേത് എന്നാണ്. പ്രവാചകന്മാര് ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതികൾ, ഈ പ്രപഞ്ചത്തിലെ ഓരോ വിഷയങ്ങളെയും എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ അനുയായികളോട് ചോദിക്കുകയാണ്. കാരണം എല്ലാ കാര്യത്തിനും ഇവർ ആരാധിക്കുന്നത് അല്ലാഹു അല്ലാത്തവരെ. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാര് ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅ ഫഅൻബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ മാ കാന ലക്കും അൻ തുംബിതു ശജറഹാ അഇലാഹും മഅല്ലാഹ് ബൽ ഹും ഖൗമുൻ യഅ്ദിലൂൻ. പ്രവാചകന്മാർ ചോദിച്ച വിഷയങ്ങൾ ഖുർആൻ പഠിപ്പിക്കുകയാണ്.
അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാണോ? വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ, ആകാശത്തുനിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നവനും, ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജത്തിൻ, അങ്ങേയറ്റം പ്രൗഢഗംഭീരമായ വൃക്ഷലതാദികൾ, നല്ല തോട്ടങ്ങൾ ആ വെള്ളം മുഖേന നിങ്ങൾക്കുണ്ടാക്കി തന്ന മുളപ്പിച്ചു തന്നവനും, മാ കാനലക്കും അൻ തുംബിതു ഷജറഹ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്ക് ഒരു ചെറിയ പുൽക്കൊടി പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ഇലാഹും അല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം വേറെ ദൈവമുണ്ടോ? പ്രവാചകന്മാർ ചോദിക്കുകയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ പങ്കില്ലാത്ത ആളുകൾ, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്ക് പങ്കില്ല. മാത്രമല്ല ആകാശത്തുനിന്ന് ഏറ്റവും ശുദ്ധമായ ജലം അവൻ ഇറക്കിത്തരുന്നു. ആ ശുദ്ധമായ ജലത്തിൽ നിന്നും നല്ല സുന്ദരമായ വൃക്ഷലതാദികൾ ഭൂമിയിൽ എത്ര വർണ്ണങ്ങളിലാണ്, എത്ര നിറങ്ങളിലാണ്, എത്ര രൂപങ്ങളിലാണ്, എത്ര വ്യത്യസ്തങ്ങളായ വൃക്ഷലതാദികൾ. ആ വൃക്ഷലതാദികൾ അടങ്ങുന്ന ഭംഗിയായ തോട്ടം കണ്ടില്ലേ? ആകാശത്തുനിന്ന് ഇങ്ങനെ മഴ വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ ജൂൺ മാസത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ചെന്നാൽ എന്തൊരു സുന്ദരമാണ് ആ രാജ്യം കാണാൻ. പച്ചപ്പട്ടുടുത്ത സുന്ദരി കോതയെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കേരളം, അല്ലെ? ഹരിതവർണം, ഹരിത പുതപ്പണിഞ്ഞിരിക്കുകയാണ്. ഇത്ര സുന്ദരമായ വൃക്ഷലതാദികളാൽ നിബിഡമാണ് കേരളം. ആ സുന്ദരമായ പ്രദേശത്തെ ഇങ്ങനെ നോക്കുമ്പോൾ പടച്ചവൻ ചോദിക്കുന്നു, മാ കാനലക്കും അൻ തുംബിതു ഷജറഹ, ജനങ്ങളെ, നിങ്ങൾ ഈ കാണുന്ന ചുറ്റുപാടുണ്ടല്ലോ, ആ ചുറ്റുപാടിലെ ഒരു ചെറിയ പുൽക്കൊടി പോലും നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കിയതല്ല. ഇലാഹും അല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾക്ക് വേറെ ദൈവമുണ്ടോ? മൽഹും ഖൗമുൻ യഅദിലൂൻ, പക്ഷേ അവർ തെന്നി നീങ്ങുന്ന സമുദായമാകുന്നു, അവർ വിശ്വാസത്തുനിന്ന് മാറിപ്പോയ സമുദായമാകുന്നു. പ്രവാചകന്മാർ കണ്ടോ, പ്രവാചകന്മാർ തങ്ങളുടെ സമുദായത്തെ, അവരുടെ മസ്തിഷ്കത്തെ, അതിനോടാണ് സംവാദം, മസ്തിഷ്കത്തെ ഉണർത്തുകയാണ്, തൊട്ടുണർത്തുകയാണ് പ്രവാചകന്മാർ. വീണ്ടും ഖുർആൻ ചോദിക്കുന്നു, പ്രവാചകന്മാർ തന്നെ പറയുന്നു, അമ്മൻ ജഅലൽ അർദ ഖറാറാ വജഅല ഖിലാലഹാ അൻഹാറാ വജഅല ലഹാ റവാസി وجعل بين البحرين حاجزا أإله مع الله أمن جعل الأرض قرارا, ഭൂമി ഇത്ര ഭദ്രമായി ഉറപ്പിച്ചു നിർത്തിയവൻ. ഇനി ഖുർആൻ പറയുന്നു, വജഅല ഖിലാലഹാ അൻഹാറാ, ആ ഭൂമിക്കുള്ളിൽ, ആ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ പുഴകൾ നിർമ്മിച്ചവനാണവൻ. വജഅല ലഹാ റവാസിയ, ആ ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ ഉണ്ടാക്കിയവൻ. വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസാ, രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ അവൻ മറയും നിർമ്മിച്ചിരിക്കുന്നു. അതേ ശുദ്ധജലവും ഉപ്പുജലവും ഒഴുകുന്ന രണ്ട് സമുദ്രങ്ങൾ, ഒഴുകിപ്പോകുന്ന രണ്ട് സമുദ്രങ്ങൾ, ആ രണ്ട് സമുദ്രങ്ങൾ ഒരിക്കലും സംയോജിക്കാതെ, ഒരിക്കലും പരസ്പരം കലരാതെ നിൽക്കുവാനുള്ള ഒരു അതിർവരമ്പ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നു, ഇലാഹും അല്ലാഹ്, ഈ അള്ളാഹുവിനോടൊപ്പം വേറെ ദൈവമുണ്ടോ? കണ്ടോ, മനുഷ്യർക്കോ മറ്റ് ഒരു വസ്തുവിനും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകൾ പ്രവാചകന്മാർ ചോദിക്കുകയാണ് സമുദായത്തോട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ ഇത്? ഇനിയും ഖുർആൻ ചോദിക്കുന്നു. അടുത്തൊരു വിഷയം ഇങ്ങനെയാണ്, പ്രവാചകന്മാർ ചോദിച്ചു, ഖുൽ അറഅയ്തും ഇൻ അഖദല്ലാഹു സമഅകും വഅബ്സാറകും വഖതമ അലാ ഖുലൂബികും മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിഹി. ഓ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? ഇൻ അഖദല്ലാഹു സമഅകും,
നിങ്ങളുടെ കേൾവിശേഷി അല്ലാഹു എടുത്തു കളഞ്ഞാൽ, വഅബ്സാറക്കും നിങ്ങളുടെ കാഴ്ചശക്തിയും അല്ലാഹു എടുത്തു കളഞ്ഞാൽ, വഖതബ അലാ ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സീൽ വെക്കുകയും ചെയ്താൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിഹി ഏത് ദൈവമാണോ നിങ്ങൾക്കത് കൊണ്ടുതരാനുള്ളത്? എന്ത് യുക്തിഭദ്രമായ ചോദ്യം! പ്രവാചകന്മാരുടെ പ്രബോധന ശൈലിയാണിത്. സമുദായത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെ കേൾവി ശക്തിയുണ്ടല്ലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല കേൾവി ശക്തിയുള്ള കർണപുടം, ആ കേൾവി ശക്തി എടുത്തു മാറ്റിയാൽ, നിങ്ങളുടെ കാഴ്ചശക്തി എടുത്തു മാറ്റിയാൽ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ചിന്താശക്തി, ആ ചിന്താശക്തി എടുത്തു കളഞ്ഞാൽ, ആരാണ് നിങ്ങൾക്ക് അത് തിരിച്ചു കൊണ്ടുതരാൻ കഴിവുള്ളവൻ? ഏത് ദൈവമാണ്? അതെ, അവനാണ്, അല്ലാഹുവാണ് ഇത് നിങ്ങൾക്ക് സംവിധാനിച്ചത്, അവനാണ് നിങ്ങൾക്ക് ഇതുണ്ടാക്കി തന്നത്. നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച നൽകിയവൻ, നിങ്ങളുടെ കർണപുടത്തിന് കേൾവിശേഷി നൽകിയവൻ, നിങ്ങളുടെ ഹൃദയത്തിന് ചിന്താശേഷി നൽകിയവൻ അവനാണ് ഇലാഹ്. ആ ദൈവത്തെ അല്ലാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്ക് ഒരിക്കലും ഇതൊന്നും തരാൻ സാധ്യമല്ല കേട്ടോ. ഇനി ഖുർആൻ വേറൊരു വിഷയം, പ്രവാചകന്മാര് അടുത്തൊരു വിഷയം ചോദിക്കും. അപ്പോ പ്രപഞ്ചത്തെക്കുറിച്ച് ചോദിച്ചു, സ്വന്തം ശരീരങ്ങളെ കുറിച്ച് ചോദിച്ചു പ്രവാചകന്മാർ. ഇനി അടുത്തൊരു വിഷയം കൂടെ പ്രവാചകന്മാർ ചോദിക്കുന്നു. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദാ വയക്ശിഫു സ്സൂ വയജ്അലുകും ഖുലഫാഅൽ അർള് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. അമ്മൻ യുജീബുൽ മുൽത്തർ ഇദാ ദാഹു ഒരു പ്രയാസത്തിൽ അകപ്പെട്ടവൻ, വിഷമസന്ധിയിൽ കിടക്കുന്നവൻ, വിഷമത്തിന്റെ അങ്ങേയറ്റത്തെത്തിക്കൊണ്ട് അവിടെ കിടന്ന് കൈകാലിട്ടടിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവൻ, അവൻ തന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രാർത്ഥനകൾ, അപേക്ഷകൾ അത് അർപ്പിച്ചാൽ ആരാണ് അതിന് ഉത്തരം നൽകുന്നവൻ? നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ വിഷമങ്ങളൊക്കെ അകറ്റുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അയക്കുമ്പോൾ ആരാണ് അതിന് ഉത്തരം നൽകുക? വയക്ശിഫു സ്സൂ നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിക്കളയുന്നവൻ ആരാണ്? വയജഅലകും ഖുലഫാഅൽ അർള് ഭൂമിയിൽ അതിന്റെ അധിപതികളായി നിങ്ങളെ നിലനിർത്തിയവൻ, ഭൂമിയിൽ അതിന്റെ ആധിപത്യം, ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയവൻ ആരാണോ? ഇലാഹും അല്ലാഹ് അല്ലാഹുവിനോടൊപ്പം വേറെ ദൈവമുണ്ടോ? ഖലീലൻ മാ തദക്കറൂൻ നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഖുർആൻ കണ്ടോ, പ്രവാചകന്മാർ സമുദായത്തോട് ചോദിക്കുന്നു. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ചുരുക്കുകയാണ്. ആയത്തുകളാണ് ഈ പറഞ്ഞതെല്ലാം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നംലിൽ പറയപ്പെടുന്ന സൂറത്ത് നംലിലെ ആയത്തുകളാണ് ഇത്രയും നേരം ഞാൻ പ്രവാചകന്മാർ സമുദായത്തോട് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത്. ഇനി പ്രവാചകന്മാർ ഇങ്ങനെ പലതും ചോദിച്ചപ്പോ കേട്ടുനിന്ന സമുദായം ഒരു മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ സമുദായങ്ങളും പ്രവാചകന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു. പരിശുദ്ധ ഖുർആൻ അതിങ്ങനെ പഠിപ്പിക്കുന്നു. وَلَئِن سَأَلْتَهُم مَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ لَيَقُولُنَّ اللَّهُ പ്രവാചകന്മാരുടെ ചോദ്യം അല്ലാഹു പറയുന്നു, നബിയേ, വലയിൻ സഅൽതഹും താങ്കൾ അവരോട് ചോദിച്ചു നോക്കൂ, മൻ ഖലഖസ് സമാവാതി വൽ അർള് ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? വസഖറശ് ശംസ വൽ ഖമർ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവൻ ആരാണ്? ലയഖൂലുന്ന അല്ലാഹ് അല്ലാഹുവാണ് എന്നവർ മറുപടി പറയും. കണ്ടോ, പ്രവാചകന്മാർ സമുദായത്തിന്റെ മസ്തിഷ്കത്തോട് ചോദിക്കുകയാണ്, ആരാണ് ഇതൊക്കെ സംവിധാനിച്ചത്? നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളാണോ? നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങളാണോ? അവരാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് സമുദായം കൊടുത്ത മറുപടി അല്ലല്ല, ലയഖൂലുന്ന അല്ലാഹ് അല്ലാഹുവാണ്. ഇനി ചോദിച്ചു,
ആകാശത്തുനിന്ന് ജലമിറക്കി തരുന്നവൻ ആരാണ്? അതിനും അവർക്ക് മറുപടി അല്ലാഹു ആണെന്നാണ് അവരുടെ മറുപടി. വീണ്ടും പ്രവാചകന്മാരുടെ ചോദ്യം, ആരാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുക? നിങ്ങളുടെ പ്രയാസം നീക്കുന്നവൻ ആരാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം അവൻ ചെയ്തു തരാൻ ഉദ്ദേശിച്ചാൽ അത് തടുക്കാൻ ആരുമില്ലല്ലോ സഹോദരങ്ങളെ. നിങ്ങൾക്കത് തടുക്കുന്നവനായി വേറെ ആരുമില്ല. നിങ്ങൾക്ക് ഒരു അനുഗ്രഹം തരാൻ അവരല്ലാതെ വേറെ ആരുമില്ലല്ലോ. അതെ 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 എന്നാണ് പ്രവാചകന്മാരുടെ പ്രബോധിത സമൂഹത്തിന്റെ മറുപടി. എന്നിട്ട് ഖുർആൻ ഇങ്ങനൊക്കെ ചോദിക്കുമ്പോഴൊക്കെ മറുപടി എങ്ങനെയാണ്? അപ്പൊ ഖുർആൻ ചോദിച്ചൊരു ചോദ്യം പ്രവാചകന്മാരോട് അള്ളാഹ് പറയാൻ, എന്നാ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, പിന്നെന്തേ സമുദായമേ നിങ്ങൾ ഇങ്ങനെ തെറ്റിപ്പോകുന്നത്? ഇതൊക്കെ ഞങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് നിങ്ങൾ അംഗീകരിച്ചിട്ട് പിന്നെ എന്തേ നിങ്ങൾ ഇങ്ങനെ തെറ്റിപ്പോകുന്നത് എന്ന് സമുദായത്തോട് ചോദിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് പറയുകയാണ്. എന്നിട്ട് പ്രവാചകന്മാർ പിന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, അവ ഈ സൃഷ്ടിപ്പിന് മാത്രമല്ല ഒന്നിനും കഴിവില്ലാത്തവയാണ്. ഒന്നിനും കഴിവില്ലാത്തവയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ ആ വിഷയം പറഞ്ഞു. പ്രവാചകരെ പറഞ്ഞു കൊടുക്കി, പ്രവാചക താങ്കൾ പറയണം എന്ത്? അതഅബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്അ വല്ലാഹു ഹുവസ് സമീഉൽ അലീം. പ്രവാചക താങ്കൾ പറയൂ അവരോട്, അതഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്അ, നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ലാത്ത വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുകയാണോ? വല്ലാഹു ഹുവസ് സമീഉൽ അലീം, അല്ലാഹു അവനാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അവനാണ്. നിങ്ങളുടെ മനസ്സിന്റെ തേട്ടങ്ങൾ അറിയാൻ, നിങ്ങളുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങൾ അറിയാൻ അതിനെല്ലാത്തിനും കഴിവുള്ളവൻ അവൻ മാത്രമാണ്. നിങ്ങൾ രഹസ്യമായി വിളിക്കുമ്പോഴും നിങ്ങൾ പരസ്യമായി വിളിക്കുമ്പോഴും, നിങ്ങൾ സന്തോഷത്തോടെ വിളിക്കുമ്പോഴും നിങ്ങൾ ദുഃഖത്തോടെ വിളിക്കുമ്പോഴും ആ വിളിയെല്ലാം കേൾക്കുവാനും സന്തോഷവും ദുഃഖവും രഹസ്യവും പരസ്യവും ഒക്കെ വേർതിരിച്ചറിയുവാനും കേൾക്കുവാനുമുള്ള കഴിവ് ആ പടച്ചവന് മാത്രമാകുന്നു. അല്ലാഹു പ്രവാചകന്മാരോട് പറഞ്ഞു കൊടുക്കും. ഇനി നിങ്ങൾക്കറിയുമോ, ആ പ്രവാചകന്മാര് സമുദായത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ ആരാധിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കൾ കേവലം നിങ്ങൾ കൊടുത്ത പേരുകൾ മാത്രമാണത്. അതിനൊന്നും എന്തല്ല അർഹതയില്ലവറ്റകൾക്കൊന്നും അത്. എന്താണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. പ്രവാചകരെ അവരോട് ചോദിക്കണം, മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ലാ അസ്മാഅ, ചില പേരുകളെയല്ലാതെ നിങ്ങൾ ആരാധിക്കുന്നില്ല. സമ്മൈതുമുഹാ, നിങ്ങളാണതിന് പേര് വെച്ചത്. അന്തും വആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരുമാണ് അതിന് പേര് വെച്ച് കൊടുത്തത്. സുൽത്താൻ, പടച്ചവൻ അതിന് യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. കണ്ടോ എങ്ങനെ ഈ പേര് കിട്ടിയത്? എവിടുന്നാണിത് മനസ്സിലായത്? ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെയായിരുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ അവരെങ്ങനെയാണ് വിളിച്ചത്, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ വിളിക്കുന്നു എന്നാണ്. അല്ലാഹു പറയാണ്, അത് വെറും നാമങ്ങളാണ്, വേറൊന്നുമില്ല. നിങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് വെറും നാമങ്ങൾ മാത്രമാണ്. ഇനി ഖുർആൻ പഠിപ്പിക്കുന്നു, വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദി ശൈആ വലാ യസ്തതീഊൻ.
വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ അവർ ആരാധിക്കുന്നു. മാ ലാ യംലികു ലഹും റിസ്ഖാ, അവർക്ക് ഉപജീവനത്തിന് സാധ്യമല്ലാത്തവയെ, അവർക്കുള്ള ഉപജീവനം ഉടമപ്പെടുത്താത്തവയെ. മിനസ്സമാഇ വൽ അർദി, ആകാശത്തുനിന്ന് വല്ല ഭക്ഷണവും ഇറക്കിക്കൊടുക്കാൻ അതിന് യാതൊരു ഉടമസ്ഥതയും ഇല്ലാത്തവരെ, ഭൂമിയിൽ നിന്ന് വല്ല ഭക്ഷണവും കൊടുക്കാൻ അതിന് യാതൊരു അധികാരവും ഇല്ലാത്തവയാണ് ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. വലാ യസ്തതിഊൻ, അവയ്ക്ക് അതിന് സാധ്യവുമല്ല, അവയ്ക്കതിന് അധികാരമില്ല എന്ന് മാത്രമല്ല, അവയ്ക്കതിന് സാധ്യവുമല്ല. നോക്കൂ, പടച്ചവൻ പറഞ്ഞ വിഷയം. നമുക്കാരെ ഭക്ഷണം തരുന്നത്? ആകാശത്തുനിന്നാവട്ടെ ഭൂമിയിൽ നിന്നാവട്ടെ ഭക്ഷണം. ആകാശത്തുനിന്ന് വരുന്ന ഭക്ഷണം എല്ലാത്തരം ലവണങ്ങളും അടങ്ങിയ, എല്ലാത്തരം വളങ്ങളും അടങ്ങിയ ശുദ്ധമായ ജലമാണ് ആകാശത്തുനിന്ന് വരുന്നത്. ആ ജലം മുഖേന എത്ര സസ്യലതാദികളാണ് ഞാനും നിങ്ങളും കൃഷി ചെയ്തു. വെള്ളത്തെ, മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത്, അല്ലേ? സുന്ദരമായ ഗോതമ്പ്, അരി, അങ്ങനെ പലതും പടച്ചവന്റെ ആ അനുഗ്രഹമായി ലഭിക്കുന്ന മഴയിൽ നിന്നാണ്. ദൈവങ്ങൾക്കാർക്കും, വേറെ ദൈവങ്ങൾക്കാർക്കും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നൈവേദ്യങ്ങൾ അർപ്പിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ഒരു ദൈവത്തിനും, ഒരു ശക്തിക്കും ഇതൊന്നും തരാൻ കഴിയില്ല. ഖുർആൻ പറയാണ്, അവരുടെ കഴിവില്ലായ്മ എത്രത്തോളം എന്നറിയുമോ നിങ്ങൾക്ക്? അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ അർപ്പിച്ച നൈവേദ്യങ്ങൾ, ആ വിഗ്രഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ആ ശക്തിക്ക് നിങ്ങൾ കൊടുത്ത നൈവേദ്യങ്ങൾ, ആ നൈവേദ്യങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചകൾ, ചെറിയ പ്രാണിയാണ് ഈച്ച. ആ ഈച്ചയുടെ കാലിൽ എന്തെങ്കിലും പിടിച്ചെടുത്തുകൊണ്ടത് പറന്നു പോയാൽ ആ ഈച്ചയിൽ നിന്നും അത് തിരിച്ചു വാങ്ങാനുള്ള കഴിവ് പോലും നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്കില്ല. മനുഷ്യരെ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത്? പിന്നെന്തുകൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധി ഒരല്പം ഒന്ന് ചിന്തിച്ചുകൂടെ? ഖുർആൻ ചോദിക്കാൻ മനുഷ്യരോട്, ബുദ്ധിയുള്ള. ഇത് പറയുമ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ടിവിയിൽ വന്ന ഒരു ഇന്റർവ്യൂ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. നമ്മുടെ നാട്ടിൽ ആൾ ദൈവങ്ങളുടെ ഒരു നാടാണ് കേരളം. മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ഒക്കെ ആൾ ദൈവങ്ങളുണ്ട്. ആൾ ദൈവങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത് ഹിന്ദുക്കളിൽ മാത്രമാണെങ്കിൽ മറ്റു പല പേരിലും പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നു. ശരി, ഹിന്ദുക്കളിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ആൾ ദൈവമാണ് മാതാ അമൃതാനന്ദമയി. അവരുമായി ഈ കഴിഞ്ഞിടക്ക് കൈരളി ടിവിയിൽ നടത്തിയ അഭിമുഖത്തിൽ, കഴിഞ്ഞ സുനാമി വന്നപ്പോൾ കടലിന്റെ ഓരത്താണ് അമൃതാനന്ദമയി ദേവിയുടെ മഠം. അപ്പോ സുനാമി അടിച്ചു വരുമ്പോ താഴത്തെ റൂമിലുണ്ടായിരുന്ന ദേവി പ്രാണരക്ഷാർത്ഥം മേലെ കോടിപ്പോയി. അപ്പൊ ജോൺ ബ്രിട്ടാസ് ചോദിച്ചു, അഭിമുഖം നടത്തുന്നത് അദ്ദേഹമാണ്, അദ്ദേഹം ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ഇത് അറിയില്ലേ? നേരത്തെ ഇങ്ങനെ വരും, ദൈവത്തിന്റെ ഒരു അംശമുള്ള നിങ്ങൾക്കറിയില്ല ഇങ്ങനത്തെ ഒരു സംഗതി വരുമെന്ന്? അപ്പൊ പറഞ്ഞു, കുഞ്ഞെ, ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ മോനെ, എനിക്കതൊന്നും അറിയാൻ കഴിയും. ഞാൻ ദൈവമല്ലല്ലോ, എന്റെ ദൈവത്തിന്റെ അംശമില്ല കുഞ്ഞെ, ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ എന്ന്. ആര്? അമൃതാനന്ദമയി ദേവി. അമ്മ ദൈവം തന്നെ എന്ന് പത്രത്തിൽ അമ്മയുടെ ആരാധകനായ ഒരു സ്വാമി എഴുതിയിരുന്നു. യഥാർത്ഥത്തിൽ അയാൾ അവരെന്ത് ചെയ്യാണ്, അവരിലോടുള്ള സ്നേഹം കൂടിയിട്ട് ദൈവമാണെന്ന് തോന്നിപ്പോയതാണ്. സാക്ഷാൽ അമൃതാനന്ദമയി ദേവി എന്ന് പറയപ്പെടുന്ന സ്ത്രീ തന്നെ പറഞ്ഞു, ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ മകനെ, എനിക്കിതൊന്നും അറിയാൻ കഴിയില്ലല്ലോ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അവർ, ഞാനൊരു ഷുഗർ പേഷ്യന്റ് കൂടിയാണ്, എന്റെ ജീവൻ നിലനിർത്തുവാനുള്ള തത്രപ്പാടിലാണ് ഞാൻ, അതിനുവേണ്ടി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അമൃതാനന്ദമയി ദേവി. കണ്ടോ, ഖുർആൻ പറയാണ്, ഇവർക്കൊന്നിനും കഴിവില്ലട്ടോ. ജനങ്ങളെ, നിങ്ങളൊന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചുകൂടെ? നിങ്ങൾക്ക് എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിങ്ങൾ ചെല്ലുന്ന ദൈവം, നിങ്ങൾ പോകുന്ന ദൈവം, ആ ദൈവത്തിനൊന്നും കഴിയാത്തവരാണ്, ആ ദൈവത്തിനൊന്നും സാധ്യമാകാത്തവരാണ്. അവരുടെ രോഗം പോലും അകറ്റാൻ കഴിവില്ലാത്തവരുടെ അടുത്തേക്ക് പോകുന്നവർ, അവരുടെ
അവരുടെ ബുദ്ധിശൂന്യത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആൻ പഠിപ്പിക്കുകയാണ് ആ വിഷയം. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. നമ്മളെ നാട്ടിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഗൾഫിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഉറുക്കെഴുതി കൊടുക്കുകയും ഒരു 25 പൈസ നാണയം പോക്കറ്റിൽ വെച്ച് കൊടുക്കുകയും ചെയ്യുന്ന, എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ഐക്കല്ലുകളും നൂലുകളും മന്ത്രിച്ചു കൊടുക്കുന്നയാളാണ് കൊടപ്പനക്കലെ ശിഹാബ് തങ്ങൾ, അല്ലെ? ഞാൻ വ്യക്തിയെ ആക്ഷേപിക്കണതല്ല, ഞാൻ സമുദായത്തിന്റെ മൗഢ്യത ബോധ്യപ്പെടുത്താൻ. എന്ത് രോഗമുണ്ടെങ്കിലും കൊടപ്പനക്ക തറവാട്ടിലെത്തിയിട്ട് ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് ഏലസ് മന്ത്രിച്ചു വാങ്ങി കെട്ടിപ്പോരുന്ന സമുദായമേ, നിങ്ങൾ അറിയേണ്ട ഒരു വിഷയം ഈ അടുത്ത് നടന്ന സംഭവമാണ്. അദ്ദേഹത്തിന്റെ രോഗം കലശലായപ്പോ കേരളത്തിലെ ഒരു ഔലിയാക്കന്മാരെ കൊണ്ട് മാറ്റാൻ കഴിയില്ലാന്ന് തങ്ങൾ അവർ പരസ്യമായി പ്രഖ്യാപിച്ചു. അദ്ദേഹം അമേരിക്കയിലേക്ക് വണ്ടി കയറി പോയി ചികിത്സ നടത്തി തിരിച്ചു വന്നു. ഓ സമുദായമേ, നിങ്ങൾ എങ്ങനെ തെറ്റിക്കപ്പെട്ടുപോയി? അഫലാ തദക്കറൂൻ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? അഫലാ തഅഖിലൂൻ, എന്തേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ചിന്തിക്കാൻ? ഇത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതേ ഖുർആൻ പ്രവാചകന്മാർ ഈ സമുദായത്തിന്റെ മസ്തിഷ്കത്തോടാണ് സംസാരിച്ചത്. പ്രവാചകന്മാർ പറഞ്ഞത് ഇതാണ്. ചോദിച്ചു അവർ ചോദിച്ചത് ഇതാണ്, വലാ യസ്തതിഊൻ, അവർക്ക് സാധ്യമല്ല, കഴിവില്ല. നിങ്ങൾ വിളിച്ചു തേടുന്ന, നിങ്ങൾ പോകുന്ന ഈ ആളുകൾക്കൊന്നും അതിനൊന്നിനും കഴിവില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും ഖുർആൻ പഠിപ്പിക്കുന്നു, വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതുൽ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ലാ യഖ്ലഖൂന ശൈആ, അവരൊരു വസ്തുവിനെയും സൃഷ്ടിച്ചിട്ടില്ല. വഹും യഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഇത് പടച്ചവന്റെ സൃഷ്ടികളാകുന്നു ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരെല്ലാം. ഇനി മരിച്ചുപോയവരോ, അംവാതുൻ ഗൈറു അഹ്യാ, മരിച്ചുപോയവരൊക്കെ മരണപ്പെട്ടുപോയി. ഗൈറു അഹ്യാ, ജീവനില്ലാത്തവയാണ് അവയെല്ലാം. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എന്നാണ് അവ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് പോലും അവർക്കറിയില്ല. എത്ര ശക്തമാണ് ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഒരു വസ്തുവിനെയും അവർ സൃഷ്ടിച്ചിട്ടില്ല, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവർ. മാത്രമല്ല മിക്ക ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളും മരണപ്പെട്ടു പോയവർ തന്നെയാണ്. അവർക്കും അറിയുക പോലുമില്ല എന്നാണ് ഇനി ഉയർത്തെഴുന്നേൽപ്പ് നാള് എന്നറിയുക പോലുമില്ല എന്നാണ്, അല്ലേ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ അടുത്ത് ഒരു ആഗതൻ വരികയാണ്. ഒരാൾ, സുന്ദരനായ ഒരു മനുഷ്യൻ, വെള്ളക്കുപ്പായമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്, ശക്തമായ കറുത്ത തലമുടി. അദ്ദേഹം യാത്ര ചെയ്തു വന്നതാണെന്ന് കണ്ടാൽ പറയുകയില്ല. പ്രവാചകന്റെ അടുത്ത് വന്നിരുന്നിട്ട് അങ്ങേയറ്റം വിനയത്തോടെ, അങ്ങേയറ്റം സൗമ്യതയോടെ അയാൾ പ്രവാചകനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊരു ചോദ്യം ഇതായിരുന്നു, അഖ്ബിർനി അനിസ്സാ, പ്രവാചകരെ എന്നാണ് ഖിയാമത്ത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എന്നാണ് ഈ ലോകത്തിന്റെ അന്ത്യം, ഈ ലോകത്തിന്റെ ഒടുക്കം എന്നാണ് എന്നെനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ മസ്ഊലു അൻഹാ അഅലമ മിനസ് സാഇൽ, മൽ മസ്ഊലു അൻഹാ അഅലമ മിനസ് സാഇൽ, ചോദിക്കപ്പെട്ടയാൾ ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചാളേക്കാൾ വിവരമുള്ളവനല്ല. അടുത്ത ചോദ്യം, എന്നാൽ അഖ്ബിർനി അൻ അമാറാത്തിഹാ, എന്നാൽ പ്രവാചകരെ അതിന്റെ അടയാളങ്ങളൊന്ന് പറഞ്ഞു തരുമോ നബിയെ? എപ്പോഴാണ് ഈ ഖിയാമത്തുണ്ടാകുന്നത്?
സമയം താങ്കൾക്ക് അറിയില്ലെങ്കിൽ അതിന്റെ അടയാളങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ആഗതന്. ഇവിടെ ഞാൻ പറഞ്ഞു വെച്ച ഒരു വിഷയം ഇതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിയാമത്ത് നാൾ എന്നാണ് ഉണ്ടാകുന്നത് എന്ന വിവരം പടച്ച തമ്പുരാൻ കൊടുത്തിട്ടില്ല. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ ഫീമ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാ. പ്രവാചകരെ, താങ്കളോടവർ ചോദിക്കുന്നു എന്നാണ് അവസാന നാള് എന്ന്. താങ്കൾ എന്താണ് നബിയെ പറയുക? താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് വിവരമുള്ളത്? അതിന്റെ മടക്കം അല്ലാഹുവിങ്കലേക്കാകുന്നു നബിയെ. അതാണ് പൂർണ്ണമായും പടച്ചവന് മാത്രം അറിയുകയുള്ളൂ. അപ്പോ ആ സർവജ്ഞനായ സർവാധിപതിയായ പടച്ചവന് മാത്രമേ ആ വിവരമുള്ളൂ. ഇവിടെ ജനിച്ച് ജീവിച്ചു മരിച്ചുപോയ മുഴുവൻ അമ്പിയാക്കളും മൗലിയാക്കളും അവരല്ലാത്തവർക്കും അംബാതുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അവരൊക്കെ മരണപ്പെട്ടു പോയവരാണ്, ജീവനുള്ളവരല്ല. അവർക്ക് അറിയില്ല എന്നാണ് ഈ ലോകത്തിന്റെ അന്ത്യമെന്നറിയുകയുമില്ല. അത്തരം ആളുകളെ എന്തിനാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അത്തരം ആളുകളോട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ സഹായം തേടുന്നത്? അത്തരം ആളുകളോട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ ചോദിക്കുന്നത്? അത്തരം ആളുകളോട് നിങ്ങൾ എന്തിനാണ് രോഗശമനത്തിന് തേടുന്നത്? അത്തരം ആളുകളോട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വ്യഥകൾ പറയുന്നത്? അത്തരം ആളുകളോട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്? പടച്ചവനോട് ചോദിച്ചുകൂടെ എന്നാണ് പ്രവാചകന്മാർ പറഞ്ഞത്. അതേ പ്രവാചകന്മാർ പറഞ്ഞു, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ. പ്രവാചക, താങ്കളോട് അവർ ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് അഥവാ താങ്കൾ പരിചയപ്പെടുത്തിയ ഏക ഇലാഹിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയണം, ഞാൻ അവരോട് സമീപസ്ഥനാകുന്നു എന്ന്. ഞാൻ അവരോട് തടുത്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് എന്നോടവർ തേടാൻ താങ്കൾ പറയൂ. ലഹു ദഅവത്തുൽ ഹഖ്. യഥാർത്ഥ പ്രാർത്ഥന പടച്ചവനോട് മാത്രമേ പാടുള്ളൂ. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി. പടച്ചവന് പുറമേ അവർ പ്രാർത്ഥിക്കുന്നവർ ലാ യസ്തജീബൂന ലഹും ബിശൈ. ഒന്നും അവർക്ക് ഉത്തരം നൽകുന്നതല്ല. ഉത്തരം കിട്ടാത്ത അവസ്ഥയെ ഖുർആൻ ഉപമിക്കുകയാണ്. ഇല്ലാ കബാസിത് ഖഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗി. ഖുർആൻ പഠിപ്പിക്കുന്നു, ഒരു പാത്രത്തിൽ വെള്ളമിരിക്കുന്നു. ഒരു പാത്രത്തിലിരിക്കുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ മുന്നിൽ പോയി അയാൾ കൈ നീട്ടിയിട്ട് വെള്ളമേ എന്റെ കയ്യിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞാൽ എപ്രകാരം ആ വെള്ളം വരില്ലയോ, അതുപോലെയാണ് പടച്ചവനല്ലാത്തവരോട് ചോദിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഒരിക്കലും പടച്ചവൻ അവർക്ക് ആ ദൈവങ്ങൾ, ആ ശക്തികൾ ഉത്തരം നൽകുന്നതേയല്ല. പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിലേക്ക് കൈ നീട്ടിയിട്ട് കയ്യിലേക്ക് വെള്ളം വരണം എന്ന് ആഗ്രഹിക്കുന്നവനെ പോലെ, ആവശ്യപ്പെടുന്നവനെ പോലെയാണവൻ. അതുകൊണ്ട് പടച്ചവൻ പറഞ്ഞു, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. പ്രവാചക, താങ്കൾ പറഞ്ഞു കൊടുക്കണം അവർക്ക്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ, താങ്കൾ പറയണം, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ. അവനോട് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല എന്ന് പ്രവാചക താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കണം. കണ്ടോ? അപ്പൊ പ്രവാചകന്മാർ പറഞ്ഞ വിഷയം മൊത്തത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക.
നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അഖിലവും അവറ്റകൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അത് ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചുപോയവരാവട്ടെ ആരായാലും അവർക്ക് ആർക്കും ഒന്നിനും കഴിയില്ല എന്നാണ്. ഇനി അവസാനമായി ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ അതിന് ചെറിയ ഒരു ന്യായീകരണം പറഞ്ഞിട്ടാണ് രക്ഷപ്പെടാറുള്ളത്. അതുകൂടി ഖുർആൻ പ്രവാചകന്മാർ തന്നെ പറയാം. പ്രവാചകന്മാർ തന്നെ സമുദായത്തിലെ ആളുകൾ പറയുന്ന ന്യായീകരണം കൂടി പറയാൻ. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ. അവർ അല്ലാഹുവിന് പുറമേ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ ആരാധിക്കുന്നു. وَيَقُولُونَ അവർ പറയുകയും ചെയ്യുന്നു ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. ഇവയൊക്കെ അല്ലാഹുവിന് പുറമെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവങ്ങളൊക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് പടച്ചവന്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നവരാണ്, ഞങ്ങളെ ശുപാർശകന്മാരാണ് ഇപ്പറഞ്ഞ ആളുകളൊക്കെ. അതെ, ഞങ്ങൾ അവരോട് ശഫാഅത്താണ് തേടുന്നത്, ഞങ്ങൾ അവരോട് ശുപാർശ മാത്രമാണ് തേടുന്നത്, വേറെ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്ന ന്യായീകരണമാണ് അവർക്ക് പറയാനുള്ളത് എന്ന് പ്രവാചകന്മാര് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിഷയം പ്രവാചകന്മാർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തേതും ആദ്യത്തേതും അവസാനത്തേതുമായ കാര്യം പടച്ചവനെ മാത്രം ആരാധിക്കണം എന്നും പടച്ചവനൊഴിച്ചുള്ള ഏത് ദൈവമാവട്ടെ, ഏത് ശക്തിയാവട്ടെ, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ഏത് വസ്തുക്കളാണെങ്കിലും അതിനെ എല്ലാം ഒഴിവാക്കി വെക്കണം എന്നാണ് പ്രവാചകന്മാർ അഖിലവും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞത് ഈ ആശയമാണ്. അതേ, പ്രവാചകന്മാർ പറഞ്ഞ വിഷയം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് പറഞ്ഞത്. ഖുർആൻ പഠിപ്പിച്ചു. അവരാരെന്നറിയുമോ? ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. അവർ സന്മാർഗം പ്രാപിച്ചവരാണ്. അതുകൊണ്ട് അവരുടെ സന്മാർഗമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. നിങ്ങൾ ആ സന്മാർഗം പിൻപറ്റണം. അതെ, പ്രവാചകന്മാർ പറഞ്ഞ വിഷയം, അവരുടെ ആ മാർഗദർശനം പിൻപറ്റി ജീവിക്കണം ഞാനും നിങ്ങളും. അതിലെ ഒന്നാമത്തെ വിഷയമാണിത്. ഈ ആശയം പിൻപറ്റി ജീവിച്ചാൽ നമുക്ക് എല്ലാം രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ നമ്മളത് മുഴുവനും നഷ്ടമായി, മുഴുവൻ കർമ്മങ്ങളും നഷ്ടമായി, മുഴുവൻ പ്രവർത്തനങ്ങളും നഷ്ടമായി. സഹോദരങ്ങളെ, ഈ ആശയം ശക്തമായി നമ്മൾ പഠിക്കുകയും നമ്മൾ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അതിനാവട്ടെ നമ്മളുടെ പ്രവർത്തനം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അപ്പോ ഇന്ന് ഈ ആഴ്ച, ഇപ്പൊ ഈ തിങ്കളാഴ്ച മുതൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അത് ഒന്നാമത്തെ വിഷയം ഇത് തന്നെ ആവണം എന്ന് ആഗ്രഹിച്ചത് ഖുർആൻ ഒന്നാമത്തെ ആശയമായി ഇത് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ വിഷയം ഇത് തന്നെ. ഇൻഷാ അല്ലാഹ് ഇനി പഠനാർഹമായ ഓരോരോ വിഷയങ്ങൾ മാസത്തിൽ ഒരു തിങ്കളാഴ്ച, ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ഇതുപോലെ കറക്റ്റ് 9:30 തുടങ്ങണം എന്ന് വിചാരിച്ചു. 9:45 അങ്ങനെ തുടങ്ങി നമ്മളല്ലേ. 9:40 കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ആ ഒരു മണിക്കൂർ മാത്രം, ഒരേ ഒരു മണിക്കൂറിൽ ഒതുങ്ങുന്ന നിലക്ക് വിഷയം കൃത്യമാക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, നിങ്ങളും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഇതിലേക്ക്, ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കണം എന്നുണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ മാർഗം പിൻപറ്റി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ രോഗം കൊണ്ട് വലയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അല്ലാഹു രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കഷ്ടപ്പാടും യാതനകളും വേദനകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ കഷ്ടപ്പാടും യാതനകളും വേദനകളും അകറ്റി സുഖവും സൗഭാഗ്യവും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ
وإليك نبنا وإليك المصير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.